ഇത് ഫുള്ളായിട്ട് അൺബോക്സിങ് വീഡിയോ ആണ്. മീൻസ് ഞാൻ ഓർഡർ ചെയ്യുന്ന സാധനങ്ങളൊന്നും എനിക്ക് ഡെലിവറി ഡേറ്റ് കഴിഞ്ഞിട്ട് മിക്കവാറും കിട്ടില്ല. കാരണം ഞാൻ ഒന്നാമത് കോൾ എടുക്കില്ല. ഞാൻ വരുന്ന കോൾസ് ഒന്നും അധികം എടുക്കലില്ല. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും തോന്നുമ്പോൾ വിളിച്ചിരിക്കുമ്പോൾ ഓരോ നാളെ വരാം. അതുകൊണ്ട് എനിക്ക് അധിക പാക്കേജും ഒരേ ഡേറ്റിൽ കിട്ടലേ ഇല്ല. അതേപോലെ തന്നെ എനിക്ക് ഓർഡർ ചെയ്ത സാധനം കൈ കിട്ടിയേക്ക് അപ്പം അത് തുറക്കണം. ആ രണ്ട് കാരണം കൊണ്ട് തന്നെ ഞാനിങ്ങനെ വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കില്ല. എനിക്ക് ആ കിട്ടിയ സാധനം അപ്പം തന്നെ തുറക്കണം. ഇത് ഞാൻ അക്വാലോജിക്കൻ്റെ സൺസ്ക്രീനും അതേപോലെ തന്നെ അതിൻ്റെ പെർഫ്യൂം ഓൾറെഡി എൻ്റെ കയ്യിൽ അതിൻ്റെ ചെറിയതുണ്ടായിരുന്നു. 3 വരുന്ന കോംബോ വരുന്നുണ്ടല്ലോ, 499 599 കോംബോ ഉണ്ട്. അപ്പോൾ അതിലുള്ള ഒരു സ്മെല്ല് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് അത് ഞാൻ രണ്ടാമതിൻ്റെ വലുത് വാങ്ങിച്ചപ്പോൾ എനിക്ക് രസം തോന്നുന്നില്ല. അതേപോലെ എൻ്റെ ഫേസ് വാഷ് കഴിഞ്ഞു. ഫേസ് വാഷും സൺസ്ക്രീമും അതും എന്തിനാണ് വാങ്ങിച്ചതെന്ന് എനിക്കറിയില്ല. മറ്റേ സൺസ്ക്രീം ഓർഡർ ആക്കി ഓർമ്മയില്ല. എന്നിട്ട് ഇതിലും പോയിട്ട് സൺസ്ക്രീം മേടിച്ചു. പിന്നെ ഈ സാധനം ഞാൻ ഒരുപാട് കാലത്തിൻ്റെ ആഗ്രഹമാണ്, ഒരു വെള്ള. എനിക്കില്ലേ ഈ വെള്ള വാങ്ങണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഇപ്പോൾ വാങ്ങി 3 വെള്ള ചുരിദാറായി. വെള്ള ഡ്രസ്സ് ഇടണമെന്നും പറഞ്ഞിട്ട് ഇത് ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഞാൻ ഇതിലും സത്യം പറഞ്ഞാൽ പെട്ടുപോയതാണ്. ഞാനിപ്പം കുറച്ചായിട്ട് ഫിറ്റഡ് ബെഡ്ഷീറ്റ്സാണ് അധികം യൂസ് ചെയ്യാറ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇത് ഫിറ്റഡ് ഇതിൻ്റെ വേറെ കളർ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ വൈറ്റ് കണ്ടപ്പോൾ ഒന്നും ആലോചിക്കാതെ മേടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അതിലുള്ള അപാകത മനസ്സിലാവുന്നത്. എനിക്ക് ഈ സാധനത്തൊക്കെ എടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് വന്ന് ഇരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് കാല് വെക്കാൻ. അപ്പോൾ അതിന് ടെൻഷൻ, ഭയങ്കര ടെൻഷൻ. ഞാനല്ലെങ്കിൽ ഫുഡൊക്കെ ഇടയ്ക്ക് അങ്ങനെ ഇരുന്ന് കഴിക്കലുണ്ട്, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി ഇരിക്കലുണ്ട്. പഠിക്കുമ്പോൾ പെൻ്റെ വര വെക്കുമെന്ന് വരെ വിചാരിച്ചിട്ട് എനിക്ക് ആ ബെഡിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ. സംഭവം എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിക്കണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, പക്ഷെ നല്ല മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയുന്നവർക്ക് കുഴപ്പമില്ല. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് മറ്റേ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. ഇതിലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചാൽ മെയിൻലി ബൊക്കേസൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് എനിക്ക് തോന്നിയിട്ടോ. കാരണം ഒരുവിധം ബൊക്കേസിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നത്. ഇത് ഡോംസിൻ്റെ ഒരു ബോക്സാണ്, ഡോംസിൻ്റെ പെൻസിലിൻ്റെ ബോക്സ്. അത് അവർക്ക് പെൻസിൽ മാത്രമാണുള്ളതെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഒരു സെറ്റായിരുന്നു, ബോക്സ് സംഭവങ്ങളെല്ലാം കൂടെ വന്നിട്ട്. പിന്നെ ഇത് ലാസ്റ്റ് എനിക്ക് ഇന്ന് തന്നെ പാക്കേജ് കിട്ടണമെന്ന് ഇവർ വിളിച്ച് ആദ്യത്തെ ദിവസം പോയി, രണ്ടാമത്തെ ദിവസം വിളിച്ചിട്ട് അവർ എന്നോട് പറഞ്ഞ് അവർക്ക് വരാൻ കഴിയില്ല, അവർക്കെന്തോ വേറെ ഓട്ടം ഉണ്ടെന്ന് എന്തോ പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞ് ഇന്ന് തന്നെ കൊണ്ടുവരാൻ പറ്റുമോ? അവർ വെച്ച് കിൻഫറിൻ്റെ അങ്ങോട്ട് വരാൻ പറ്റും. അപ്പോൾ രാത്രി ആയും ചെയ്ത് മഴയാണ്, അപ്പം എനിക്ക് എന്തായാലും പോകില്ല. എന്നിട്ട് ഞാൻ ബ്രദറിൻ്റെ ഷോപ്പിൽ കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഓൻ ചോദിച്ചാൽ എനിക്ക് നാളെ കൊണ്ടുവന്നാൽ മതി. ഞാൻ പറ്റൂല, എനിക്ക് ഇന്ന് തന്നെ വേണം, അത്യാവശ്യമുള്ള സാധനമാണെന്ന് പറഞ്ഞിട്ട് ഓനെ കൊണ്ട് കൊണ്ടിരിപ്പിച്ച്. എന്നിട്ട് അതുവരെ കറണ്ടൊന്നും ഇല്ലേനു. ഞാൻ വിചാരിച്ചു ഇത് കറണ്ട് വരാതെ പൊട്ടിക്കാനും വയ്യ, എന്തെങ്കിലുമൊക്കെ കാട്ടണമെന്നേനു. ഇവന് ഇപ്പുറത്ത് ഇരുന്നെങ്ങാണ്ട് എൻ്റെ കാട്ടിക്കോട്ടിലുണ്ടായിട്ട് ചിരിക്കുക. ഇവനാണെങ്കിൽ ഇത് കൊടുത്ത പൈസക്ക് ഇല്ല. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. ഇതിൻ്റെ സെയിം കളറ് വരുന്നതിന്, ഒരേ കളറ് മറ്റേ ബോക്സ് വരുന്നതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഇതെനിക്ക് തോന്നുന്നു 400 സംതിങ് മീഷോന്ന് മേടിച്ച കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ട്. എനിക്ക് ക്രാഫ്റ്റിൻ്റെ സാധനം ഒന്നായിട്ട്, ഞാൻ മേലത്തെ റൂമിൽ കിടക്കലില്ല, ഞാൻ താഴെ റൂമിലാണ് കിടക്കൽ. അപ്പം മേലത്തെ റൂം ഫുൾ അലങ്കോലമായി കിടക്കുക എൻ്റെ സാധനം കൊണ്ട്. അപ്പോൾ അതൊന്ന് തീരുമാനമാക്കാൻ വേണ്ടിയിട്ട്, കാരണം തിരയുന്ന സമയത്ത് ഒരു സാധനം കാണില്ല, വർക്കിന് അധികം അർജൻറ്റ് ഓർഡേഴ്സ് ആവും. അപ്പം ഞാനൊരു സാധനം നോക്കി എനിക്ക് അതൊന്നും കാണുമല്ലോ. ഞാനിതൊക്കെ ഇപ്പം ഇങ്ങനെ ആക്കി വെച്ചിക്കണേ, ഇത് എത്ര കാലം ഇങ്ങനെ കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.